വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണ്. ഇതിൽ പബ്ലിക് സെക്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഫോംസ് ഓഫ് ഓർഗനൈസേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങും പബ്ലിക് കോർപ്പറേഷനും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഗവൺമെൻറ് കമ്പനീസിനെ കുറിച്ചിട്ടാണ്. സർക്കാർ കമ്പനികൾ. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ കീഴിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് പാർലമെൻറ്റിലോ നിയമസഭയിലോ പ്രത്യേക നിയമം പാസാക്കി ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് പബ്ലിക് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗവൺമെൻറ് കമ്പനീസ്. ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെ കുറിച്ച് പഠിച്ചു. ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ മുഴുവനും രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിനു മുന്നേയുള്ള കമ്പനീസ് ആക്റ്റോ അനുസരിച്ചായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഗവൺമെൻറ് കമ്പനികൾ. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു നിയമമില്ല. സാധാരണ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനീസ് ആക്ട് അനുസരിച്ച് തന്നെയാണ് ഗവൺമെൻറ് കമ്പനികളും രജിസ്റ്റർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഇപ്പോൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത് സാധാരണ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി തന്നെയാണ്. അതേ രീതിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷേ അതിൻ്റെ അകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗവൺമെൻറ് കമ്പനി ആകുമ്പോൾ മേജർ ഷെയറുകളും ഗവൺമെൻറ് ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. എ ഗവൺമെൻറ് കമ്പനി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 ആൻഡ് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ഗവേൺഡ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സ്ഥാപിക്കപ്പെടുകയും ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സർക്കാർ കമ്പനി. ഇതിന് പ്രത്യേകമായിട്ടൊരു നിയമമില്ല. സാധാരണ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് കമ്പനികൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം മീനിങ് അല്ലെങ്കിൽ അർത്ഥം. എ ഗവൺമെൻറ് കമ്പനി മീൻസ് എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് or by any state government or partly by central government and partly by one or more state governments. കമ്പനി നിയമപ്രകാരം ഒരു കമ്പനിയുടെ 51% കുറയാത്ത അടച്ചു തീർത്ത ഓഹരി മൂലധനം കേന്ദ്ര സർക്കാരിൻ്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഭാഗികമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതുമല്ലെങ്കിൽ ഒന്നിലേറെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചോ കൈവശം വെച്ചിരിക്കുകയാണെങ്കിൽ അവയെ സർക്കാർ കമ്പനി എന്ന് വിളിക്കുന്നു. ഇപ്പോൾ സർക്കാർ കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഓഹരികൾ അല്ലെങ്കിൽ ഷെയറുകളിൽ 51% ഷെയർ ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്ന് 51% ഷെയറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കയ്യിൽ മൊത്തം 51% ഷെയറുകളായിട്ടുണ്ടാവും. ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ 51% ഷെയറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും, എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെൻറ്റെയും കേരള ഗവൺമെൻറ്റെയും കയ്യിൽ രണ്ടുപേരുടെയും ചേർന്നിട്ട് 50% ഉണ്ടാവും. അല്ല എങ്കിൽ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും ഒക്കെ ചേർന്നിട്ട് മൊത്തം 51% കൈകളിലായിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികളെയാണ് പറയുന്നത് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. നോക്കാം. എ ഗവൺമെൻറ് കമ്പനി മേ ബി ഫോംഡ് ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. സർക്കാർ കമ്പനി പൊതു കമ്പനിയായോ സ്വകാര്യ കമ്പനിയായോ പ്രവർത്തിക്കാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ, പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി.
പ്രൈവറ്റ് കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിലും പബ്ലിക് കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിലും ചില ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ചാണ് ഒരു കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയെന്നും പബ്ലിക് കമ്പനിയെന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നതും പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ആവാം. ഗവൺമെൻറ് കമ്പനികൾക്ക് എക്സാമ്പിൾസ് ആണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ലിമിറ്റഡ് HMT, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനിയുടെ പ്രത്യേകതകൾ. ഫസ്റ്റ്, ഇറ്റ് ഈസ് an organization created under the Companies Act 2013 or any other previous company law. കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇത്. ഇപ്പോൾ സർക്കാർ കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം സ്ഥാപിക്കപ്പെടുന്ന ഒന്നാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ അതിനു മുന്നേ ഏതൊക്കെ കമ്പനീസ് ആക്ട് ആണോ നിലവിലുണ്ടായിരുന്നത് അത്തരം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതുമായ കമ്പനികളായിരിക്കും ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. 2, ദി കമ്പനി ക്യാൻ ഫയൽ എ സ്യൂട്ട് ഇൻ എ കോർട്ട് ഓഫ് ലോ എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി ആൻഡ് ബി സ്യൂഡ്. കമ്പനിക്ക് ഏതെങ്കിലും മൂന്നാം കക്ഷിക്കെതിരെ ഒരു കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും കേസ് കൊടുക്കപ്പെടുവാനും കഴിയും. കമ്പനി അല്ലെങ്കിൽ സർക്കാർ കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, നേരത്തെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ സർക്കാർ കമ്പനികൾക്ക് പ്രത്യേകമായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനും അസറ്റുകൾ സ്വന്തം പേരിൽ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ കേസ് കൊടുക്കാനും കേസ് കൊടുക്കപ്പെടാനും കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള അധികാരം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ദി കമ്പനി ക്യാൻ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ആൻഡ് ക്യാൻ അക്വയർ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. കമ്പനിക്ക് ഒരു കരാറിൽ ഏർപ്പെടാനും സ്വന്തം പേരിൽ സ്വത്ത് നേടാനും കഴിയും. ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും വിഭിന്നമായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു നിലനിൽപ്പുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പേരിൽ കരാറിൽ ഏർപ്പെടാനും സ്വന്തം പേരിൽ തന്നെ സ്വത്ത് സമ്പാദിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. നെക്സ്റ്റ്, ദി മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി ഈസ് റെഗുലേറ്റഡ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനിയുടെ മാനേജ്മെൻറ്റ് നിയന്ത്രിക്കുന്നത് കമ്പനി നിയമത്തിലെ വ്യവസ്ഥകളാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരമാണ് രൂപീകരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നതും കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസിനനുസരിച്ചാണ്. ദി എംപ്ലോയീസ് ഓഫ് ദി കമ്പനി ആർ അപ്പോയിൻറ്റഡ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കമ്പനിയിലെ ജീവനക്കാരെ അവരുടെ സ്വന്തം നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിയമിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് കമ്പനിയിലെ എംപ്ലോയീസിനെ നിയമിക്കുന്നത് ആ കമ്പനിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അതിനനുസരിച്ചാണ്. അപ്പോൾ ഇത്തരം ഗവൺമെൻറ് കമ്പനിയിലെ ജീവനക്കാരെന്ന് പറയുന്നത് ആ കമ്പനിയിലെ ജീവനക്കാരാണ്, അല്ലാതെ ഗവൺമെൻറ് സെർവൻസ് അല്ല. കമ്പനിയിലെ ജീവനക്കാർ മാത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, മെറിറ്റ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനി. സർക്കാർ കമ്പനിയുടെ നേട്ടങ്ങൾ. ഫസ്റ്റ്, എ ഗവൺമെൻറ് കമ്പനി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് by fulfilling the requirements of the Companies Act. A separate act in the Parliament is not required. കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു സർക്കാർ കമ്പനി സ്ഥാപിക്കാൻ കഴിയും. പാർലമെൻറ്റിൽ പ്രത്യേക നിയമം ആവശ്യമില്ല. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഗവൺമെൻറ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായിട്ടുള്ളൊരു നിയമം പാസ്സാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഗവൺമെൻറ് കമ്പനികൾ രൂപീകരിക്കുന്നതും പ്രവർത്തിക്കുന്നതും കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അത് കോമൺ ആണ്. എല്ലാ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളും രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കമ്പനിയും രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. സെക്കൻഡ്, ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദി ഗവൺമെൻറ്. സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് സ്വന്തമായ അസ്തിത്വമുണ്ട്. സർക്കാർ കമ്പനികൾ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള നിലനിൽപ്പുണ്ട്. സർക്കാരിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രത്യേകമായിട്ടൊരു നിലനിൽപ്പുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനും കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനും അസറ്റുകൾ എക്വയർ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്.
നെക്സ്റ്റ്, ഇറ്റ് എൻജോയ്സ് ഓട്ടോണമി ഇൻ ഓൾ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആൻഡ് ടേക്സ് ആക്ഷൻസ് അക്കോർഡിംഗ് ടു ബിസിനസ് പ്രൂഡൻസ്. എല്ലാ മാനേജ്മെൻറ്റ് തീരുമാനങ്ങളിലും ഇത് സ്വയംഭരണാധികാരം ആസ്വദിക്കുകയും ബിസിനസ് വിവേകമനുസരിച്ച് നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഇത്തരം സ്ഥാപനങ്ങൾക്ക് എല്ലാ പ്രവർത്തന സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിൽ വരുത്താനുമുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു. നെക്സ്റ്റ്, ദീസ് കമ്പനീസ് ബൈ പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസസ് ആർ ഏബിൾ ടു കൺട്രോൾ ദി മാർക്കറ്റ്. ന്യായമായ വിലക്ക് ചരക്കുകളും സേവനങ്ങളും നൽകിക്കൊണ്ട് ഈ കമ്പനികൾക്ക് വിപണി നിയന്ത്രിക്കാൻ കഴിയും. സർക്കാർ കമ്പനികളാകുമ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ റീസണബിൾ പ്രൈസിന് കൺസ്യൂമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ ഇത്തരം കമ്പനികൾക്ക് വിപണി നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന് പറയാം. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ഗവൺമെൻറ് കമ്പനി. സർക്കാർ കമ്പനിയുടെ ദോഷങ്ങൾ. ഫസ്റ്റ്, സിൻസ് ദി ഗവൺമെൻറ് ഈസ് ദി ഓൺലി ഷെയർ ഹോൾഡർ ഇൻ സം ഓഫ് ദി കമ്പനീസ്, ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് ഡസ് നോട്ട് ഹാവ് മച്ച് റിലവൻസ്. ചില കമ്പനികളിലെ ഏക ഓഹരി ഉടമ സർക്കാർ ആയതിനാൽ കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വലിയ പ്രസക്തിയില്ല. ഇപ്പോൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പോൾ മിനിമം 51% ഷെയർ സർക്കാരിൻ്റെ കയ്യിലായിരിക്കണം. അത് 100% വരെയാകാം. അപ്പോൾ ചില ഗവൺമെൻറ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 100% ഷെയറും ഗവൺമെൻറ്റിൻ്റെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ടിന് കാര്യമായ പ്രസക്തിയില്ല എന്ന് നമുക്ക് പറയാം. 2, ഇറ്റ് ഇവേഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി വിച്ച് എ കമ്പനി ഫിനാൻസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഷുഡ് ഹാവ്. ഇറ്റ് ഈസ് നോട്ട് ആൻസറബിൾ ഡയറക്ട്ലി ടു ദി പാർലമെൻറ്റ്. ഇത് സർക്കാർ ധനസഹായം ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇതിന് പാർലമെൻറ്റിനോട് നേരിട്ട് ഉത്തരം പറയേണ്ടതില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഒരു ഗവൺമെൻറ്റാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിലും ഇതിന് പ്രവർത്തന സ്വാതന്ത്ര്യം നല്ല രീതിയിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ട് പലപ്പോഴും കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല, ഇത്തരം സ്ഥാപനങ്ങൾ പാർലമെൻറ്റിനോട് നേരിട്ട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് പ്രത്യേകമായിട്ടുള്ള നിലനിൽപ്പുണ്ട്, പ്രത്യേകമായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി. നെക്സ്റ്റ്, ദി ഗവൺമെൻറ് ബീയിങ് ദി സോൾ ഷെയർ ഹോൾഡർ, ദി മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റെസ്റ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഗവൺമെൻറ്. സർക്കാർ ഏക ഓഹരിയുടമയായതിനാൽ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും സർക്കാരിൻ്റെ കൈകളിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില കേസസിൽ ഇത്തരം കമ്പനികളുടെ 100% ഷെയറും സർക്കാർ തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും സർക്കാരിൻ്റെ കൈകളിലായിരിക്കും പൂർണ്ണമായും. ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഗവൺമെൻറ് കമ്പനി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.